വരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാടിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടും ട്രെയിൻ നിർത്താതെ പോയി. ഇന്നു മുതൽ സ്റ്റോപ്പ് അനുവദിച്ച കൊല്ലം എറണാകുളം മെമു ട്രെയിനാണ് നിർത്താതെ പോയത്. ട്രെയിനെ സ്വീകരിക്കാൻ MP ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് സംഭവിച്ചത്? MP അടക്കം ട്രെയിനെ സ്വീകരിക്കാൻ എത്തിയിട്ടും നിർത്താതെ പോയി എന്ന് പറയുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? റെയിൽവേയുടെ വിശദീകരണം എന്താണ്? ശ്രീജിത്ത്, ഇത് സംബന്ധിച്ച് റെയിൽവേ ഔദ്യോഗികമായൊരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ ട്രെയിനെ സ്വീകരിക്കാൻ എത്തിയ നാട്ടുകാർ, യാത്രക്കാർ, ജനപ്രതിനിധികൾ, MP ഉൾപ്പെടെയുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ അപമാനിതരാക്കുന്ന തരത്തിലായിരുന്നു ആ ട്രെയിൻ നിർത്താതെ പോയത്. നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു. ഈ വേണാട് പാലരുവി എക്സ്പ്രസ്സിലൊക്കെ പോയി കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾക്ക് വലിയ തിരക്ക് ആ റൂട്ടിൽ അനുഭവപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു MP അവിടെ ഒരു പുതിയ ട്രെയിൻ സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ട് 3 മാസങ്ങൾക്ക് മുൻപാണ് പുതിയ കൊല്ലം എറണാകുളം മെമു അനുവദിച്ചത്. അതിൽ ചെറിയനാട് സ്റ്റോപ്പില്ലെന്നുള്ള ആവശ്യവും വലിയ ശക്തമായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് മുതൽ സ്റ്റോപ്പ് അനുവദിക്കാൻ റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ അനുമതി നൽകിയതുമായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, യാത്രക്കാർ ഒത്തിരി പേർ ഇന്ന് എറണാകുളത്തേക്ക് പോകാനൊക്കെയായി പദ്ധതിയിട്ട് പ്ലാനിട്ട് അവിടെ ട്രെയിൻ കയറാൻ വന്ന സമയത്താണ് ഈ ട്രെയിൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തേണ്ട സിഗ്നൽ കാണിച്ചിട്ടും നിർത്തിയില്ല എന്നാണ് നിലവിലറിയുന്ന വിവരം. പക്ഷേ ഇത് സംബന്ധിച്ച് റെയിൽവേ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ലോക്കോ പൈലറ്റിന് പറ്റിയ ഒരു അബദ്ധമാണ് എന്നാണ് ആദ്യം ലഭിച്ച വിവരമെങ്കിലും പിന്നീട് റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ലോക്കോ പൈലറ്റിന് കൊടുത്ത നിർദ്ദേശത്തിലും ചില അനാസ്ഥകൾ ഉണ്ട് എന്നുള്ള വിമർശനങ്ങൾ കൂടിയുണ്ട്. എന്താണെങ്കിലും നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം അത് നിറവേറ്റിയപ്പോൾ പക്ഷേ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും യാത്രക്കാരെയും അപമാനിതരാക്കുന്ന തരത്തിലായിരുന്നു ട്രെയിൻ ഇന്ന് നിർത്താതെ പോയ സംഭവമുണ്ട്. എന്തായാലും ഇതിൽ ആരുടെ ഭാഗത്താണ് അനാസ്ഥ എന്ന് കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശം റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം നടത്തി എവിടെയാണ് വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി കൈക്കൊള്ളാനും തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്.